ഒരു വീഡിയോ ഗെയിമിൽ അടുത്ത ലെവലിലേക്ക് കടക്കുന്നത് പോലെ ഡിജിറ്റൽ മാപ്പുകളും കൊലപ്പെടുത്തേണ്ട ആളുകളുടെ വിവരങ്ങളും ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വീഡിയോകളും ഘട്ടം ഘട്ടമായി കുട്ടികളുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കും. ഒരു ഗെയിം കളിക്കുന്ന ആവേശത്തിൽ കുട്ടികൾ തോക്കെടുക്കും. പക്ഷേ അതൊരു വീഡിയോ ഗെയിം അല്ലായിരുന്നു. യൂറോപ്പിനെ മുഴുവൻ വിറപ്പിച്ച ഒരു ആഗോള അധോലോക സംഘത്തിന്റെ ആക്രമണ രീതിയായിരുന്നു. കഥ തുടങ്ങുന്നത് സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിൽ നിന്നാണ്. തണുത്തുറഞ്ഞ രാത്രി ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു 20-കാരനായ മുറാദ് അബ്ദുൽ ഖാദർ എന്ന വിദ്യാർത്ഥി. ആ ഇരുളിൽ പെട്ടെന്ന് ഒരാൾ അവന്റെ മുന്നിലേക്ക് എടുത്തു ചാടി. അടുത്ത നിമിഷം ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വെടിയൊച്ചകൾ മുഴങ്ങിക്കേട്ടു. ജീവന് വേണ്ടി ആ പാവം ചെറുപ്പക്കാരൻ നിലത്ത് കിടന്നു പിടഞ്ഞു. ക്രൂരമായ ആ കൊലപാതകം നടത്തിയത് വെറും ഒരു 18-കാരനായിരുന്നു, ആഡിമ അസിമോവ്. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നു. കൊല്ലപ്പെട്ടയാളുമായി ഒരു വ്യക്തിപരമായ പ്രശ്നവും അവനുണ്ടായിരുന്നില്ല. ഒരു ഓൺലൈൻ സംഘം നൽകിയ ടാസ്കിന്റെ ഭാഗമായി അവൻ ആ കൊലപാതകം ഒരു ടാസ്കായി തന്നെ കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെയാണ് ഞെട്ടിക്കുന്ന ആ ചോദ്യം ഉയരുന്നത്. ഒരു കൊലപാതകത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത ഈ കുട്ടികൾ എങ്ങനെയാണ് വാടക കൊലയാളികളായി മാറുന്നത്? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വീഡൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫോക്സ് ട്രോക്ക് നെറ്റ്വർക്ക് എന്ന അധോലോക ശൃംഖലയാണ്. യൂറോപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് വയലൻസ് ആസ് എ സർവീസ് എന്നാണ്. അതായത് പണം നൽകി ആഹാരവും വസ്ത്രവും ഓർഡർ ചെയ്യുന്നത് പോലെ തന്നെ ആക്രമണത്തെയും ഒരു സേവനമാക്കി അവർ മാറ്റുകയായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കൗമാരക്കാരെയാണ് അവർ സോഷ്യൽ മീഡിയയിലൂടെ വലയിലാക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാമെന്ന മോഹം നൽകി സിഗ്നൽ പോലെയുള്ള എൻക്രിപ്റ്റഡ് ആപ്പുകൾ വഴി സാമ്പത്തിക നിർദ്ദേശങ്ങൾ നൽകി അവരെ ഇവർ വലയിലാക്കുന്നു. ഒരു വീഡിയോ ഗെയിമിൽ അടുത്ത ലെവലിലേക്ക് കടക്കുന്നത് പോലെ ഡിജിറ്റൽ മാപ്പുകളും കൊലപ്പെടുത്തേണ്ട ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ വീഡിയോകളും ഘട്ടം ഘട്ടമായി മൊബൈലിലേക്ക് അയച്ചു കൊടുക്കും. ഒരു ഗെയിം കളിക്കുന്ന ആവേശത്തിൽ ആ കുട്ടികൾ തോക്കെടുക്കും. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ ദുരൂഹത അതല്ല. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സൂത്രധാരൻ, അതായത് ഫോക്സ് ട്രോക്കിന്റെ തലവൻ റാവ മജീദ് ഇന്നും എവിടെയാണ് എന്നതാണ്. സ്വീഡൻ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അയാൾ സുരക്ഷിതനായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ഭരണകൂടവുമായി രഹസ്യ കരാറിലെത്തിയ ഇയാൾ അവരുടെ ശത്രുക്കളായ മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ എതിരാളികളെയും തന്റെ കൗമാരക്കാരായ വാടക കൊലയാളികളെ ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത്. 2022 മുതൽ ഇതുവരെ 35ഓളം കൊലപാതകങ്ങളാണ് ഇവർ ഈ രീതിയിൽ നടപ്പിലാക്കിയത്. ഈ ശൃംഖലയുടെ വേരുകൾ യൂറോപ്പ് കടന്ന് ബ്രിട്ടനിലേക്കും പടർന്നിരിക്കുന്നു. UK-യിലെ ഹഡേഴ്സ്ഫീൽഡിൽ ഒരു കൊലപാതകം നടത്താൻ ഹോട്ടൽ മുറിയിൽ കാത്തിരുന്ന 19-കാരനായ യോഹാനസ് നാറ്റ്ലാറ്റ് എന്ന നോർവീജിയൻ യുവാവിനെ കൗണ്ടർ ടെററിസം പോലീസ് അതിവിദഗ്ധമായി പിടികൂടി. ഹിറ്റ്മാൻ ഗെയിമിലെ ഏജന്റ് 47 എന്ന പേരിൽ വന്ന ചാറ്റുകളാണ് ആ കൗമാരക്കാരനെ അവിടെ കൊണ്ടെത്തിച്ചത്. പക്ഷെ ആരെയൊക്കെയാണ് കൊല്ലേണ്ടത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് തന്നെ ആ കുട്ടിയെ പോലീസ് വലയിലാക്കി. ഇവിടെയാണ് ആ ക്രൂരമായ സത്യം പുറത്തു വന്നത്. പോലീസിന് പിടിയിലാകുന്ന കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്ത പണം ഒരിക്കലും ലഭിച്ചിട്ടില്ല. അധോലോക നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർ വെറും ഉപയോഗിച്ച് തള്ളാൻ കഴിയുന്ന കരുക്കൾ മാത്രം. പിടിയിലാകുന്ന കുട്ടികൾ ജീവപര്യന്തം തടവറകളിൽ എത്തുമ്പോൾ മാഫിയ തലവന്മാർ സുരക്ഷിതരായി രഹസ്യതാവളങ്ങളിൽ തുടരുന്നു. ഈ ഭീകരതയെ തടയാൻ യൂറോപ്പോളിന്റെ നേതൃത്വത്തിൽ 11 രാജ്യങ്ങൾ ചേർന്ന് ഓപ്പറേഷൻ ഗ്രീം എന്ന പേരിൽ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതികവിദ്യയും കൗമാരക്കാരുടെ നിഷ്കളങ്കതയും ചൂഷണം ചെയ്ത് അധോലോക സംഘം തീർക്കുന്ന ഈ ഡിജിറ്റൽ കെണികൾ ലോകത്തിന് വലിയൊരു തലവേദനയാണ്.